Hello, good morning. ഗുഡ് മോർണിംഗ് നിഷ. Good morning. ലാസ്റ്റ് നമ്മൾ എന്താ എടുത്തോണ്ടിരുന്നത്? ജെങ്കിൻസ് അല്ലേ ചെയ്തോണ്ടിരുന്നത്? സ്ക്രീൻ ഷെയർ ചെയ്യോ? എന്തായി അത്? ആര്യയില്ല, ആര്യയുടെ ഇഷ്യൂ സോൾവ് ആയോ? സ്ക്രീൻ കാണാം. സ്ക്രീൻ കാണാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തായിരുന്നു? ജെങ്കിൻസ് അല്ലേ എടുത്തേടാ, സ്ക്രീൻ എടുത്തേ ജെങ്കിൻസിന്റെ. ഓക്കെ, ആരോണും ഇതുവരെ കിട്ടിയതല്ലേ? കറക്റ്റ് ആയില്ലേ? ആര്യക്കായിരുന്നു കിട്ടാനല്ലേ? എനിക്ക് 8080 പഴയ ഇത് 9090 വർക്ക് ആവുന്നുണ്ടോ? വർക്ക് ആവുന്നുണ്ട്. ഞാൻ ഒന്ന് കൊടുത്ത പാസ്വേഡ് വർക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെങ്കിൻസിനകത്ത്, ജെങ്കിൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, ഒരു CI/CD ടൂളാണ്. കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി പ്രൊജക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞൊരു പ്ലസ് ഐക്കൺ കണ്ടോ സൈഡിൽ? ഓക്കെ, ആ ന്യൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? അതൊന്നുകൂടെ ലോഗിൻ ചെയ്തേരാ. ഇത് അപ്പ് ചെയ്യണല്ലേ? അല്ല, ഇതിപ്പോൾ ഓൾറെഡി അത് ഉണ്ടെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കി. എന്തായി ആര്യ? ഇന്നലെ പോയിട്ട് മറ്റേ വെബ് റൂട്ട് ഇഷ്യൂ മാറിയായിരുന്നോ? ഞാൻ ആ വെബ് റൂട്ട് നോക്കി. നമ്മുടെ വെബ് റൂട്ട് നമ്മുടെ ഇതില്ലേ അത് വെച്ച് ChatGPT-യിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നേ. ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഇതില്ലേ എന്താ പറയാ URL ഇല്ലേ, ആ ഒരു ജെങ്കിൻസിന്റെ ഹോമില്ലേ, അങ്ങനെ അതും കൂടെ ഇതുപോലെ CMD-യിൽ കൊടുത്തു നോക്കി. എന്നിട്ടും അത് വർക്ക് ആവുന്നില്ല. എന്താ പറഞ്ഞ? ഞാനും നോക്കിയപ്പോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ആ ഇഷ്യൂ. വെബ് റൂട്ടിന്റെ ഇഷ്യൂ മാറി, പക്ഷെ വേറെ എന്തോ ഇഷ്യൂ ആണ് അപ്പോൾ വന്നത്. വേറെന്താ ഇപ്പൊ ഇഷ്യൂ? അതൊന്ന് നോക്കട്ടെടാ, എല്ലാരും ഒരുമിച്ച്. ഇപ്പൊ എന്താ ഇഷ്യൂ? ഞാനും ചോദിച്ചപ്പോൾ സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഹെയ്ഡ് റീനെയിം ചെയ്യണം. ഈ 3 ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് ഷെയർ ചെയ്തേ ആര്യ. മ്യൂട്ടാടാ, എന്തെങ്കിലും പറയണ്ടോ? അല്ല, ഇന്നലെ നമ്മള് സിക്കകത്തല്ലേ ശരിക്കും പറഞ്ഞ യൂസേഴ്സിനകത്തല്ലേ അത് ജെങ്കിൻസ് ക്രിയേറ്റ് ചെയ്ത് കാണുന്നില്ല. പിന്നെ ഡിക്കകത്ത് അല്ലാതെ ചെയ്തിട്ടുണ്ട്. ജെങ്കിൻസ് ഫോം ഇതല്ലേ ചെയ്തു. ജെങ്കിൻസ് ഫോമിലൊന്നും ഇല്ലല്ലോ. ജെങ്കിൻസ് ഫാർ എവിടെ? ഇതിനകത്ത് ഇട്ടേക്കുന്നത് ജെങ്കിൻസ് ഫോമിൽ ഇല്ലല്ലോ. അത് ഇല്ല, അതില്ല. പിന്നെ എവിടെയാ അതുള്ളത്? സിക്കകത്ത് ഇട്ടത് കണ്ടോ? സിക്കകത്ത് ഇവിടെയാണ്. എനിക്ക് കമന്റ് ഒന്നും കൂടി ഇട്ടേക്കോ ഇവിടെ. ജാവ ഹൈഫൺ എടാ ശ്രീജ്യോതി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അയ്യോ അതല്ല, ChatGPT-യിൽ ഒരെണ്ണം കിട്ടിയില്ലായിരുന്നു ഇന്നലെ. ഏതായിരുന്നു? എനിക്ക് ഇവിടെ എടുക്കാം ഒരു മിനിറ്റ്. അതിനകത്ത് ഹിസ്റ്ററിക്കകത്ത് കാണത്തില്ലേ ഇന്നലെ ഇട്ട? നമ്മൾ
നമ്മുടെ ഈ URL ഇല്ലേ, വെബ് റൂട്ടും കൂടെ കൊടുത്തിട്ട് വെബ് റൂട്ടും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു ഇത് കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ വെബ് റൂട്ടല്ലേ നമ്മുടെ പ്രശ്നം. ഇതില്ലേ ഇതിനകത്ത് ചാറ്റ് ഹിസ്റ്ററിയാണ്. ഇതാണ്. ഇതല്ല, ഒരു മിനിറ്റ് നിമിഷം. അതാ കണ്ടോ, ഓക്കെ, ജെങ്കിൻസ് വെബ് റൂട്ട് കണ്ടോ, ഇതാണ് ഞാൻ കോപ്പി കോഡ് കണ്ടോ കൊടുത്തപ്പോ റണ്ണിങ് ആണ്. അപ്പൊ എന്താ വന്നേക്കുന്ന എക്സെപ്ഷൻ ത്രെഡ്. ഇത് വേറെ അല്ലേ ഇത് വേറെ ഇഷ്യൂ തന്നെ. വെബ് റൂട്ടിന്റെ ഒരു പ്രോബ്ലം മാറി. നേരത്തെ നമുക്ക് പാത്ത് കാണുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴും എറർ വന്നിട്ടുണ്ട്. എക്സെപ്ഷൻ ഇനീഷ്യലൈസർ എറർ, മിസ്സിംഗ് റിസോഴ്സ് എക്സെപ്ഷൻ, cannot find bundle base name, system local string, such exception user hay. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വിനീഷ. നമുക്ക് എനിക്ക് ഓർമ്മയില്ല, ബ്രൂട്ടിന്റെ ഇഷ്യൂ ആണ് ഓർമ്മയുള്ളത്. വെബ് റൂട്ട് ആദ്യം നമ്മൾ നോക്കിയത് ആ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ഞാനത് ChatGPT ഇട്ടപ്പോൾ എനിക്ക് വന്നത് വെബ് റൂട്ടിന്റെ ഒരു കോൺഫ്ലിക്റ്റ് അടിച്ചു എന്നുള്ള ഒരു ഇഷ്യൂ ആണ് എനിക്ക് ആദ്യം നോട്ട് ചെയ്തത്. അതിനകത്ത് പിന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരെണ്ണം സോൾവ് ചെയ്തിട്ട് പിന്നെ അടുത്തത് നോക്കാന്ന് വിചാരിച്ചു. സോൾവ് ചെയ്താൽ മാറുന്നു. ജാവയുടെ ജാവ നമ്മൾ 70 തന്നെ അല്ലേ നമ്മൾ ഇൻസ്റ്റാളേഷൻ 17 അല്ലേ ഇതാക്കിയത് ഇന്നലെ. അത് ഓക്കെയാണ്. സെറ്റപ്പ് കറക്റ്റ് റെസ്യൂമിട്ട് ഇത് ഓൾറെഡി മാറ്റിയതല്ലേ നമ്മൾ യൂസേഴ്സ്. സീക്കകത്ത് മാത്രമാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡയറക്ടറി, അതായത് ജെങ്കിൻസ് കോം എന്ന് പറയുന്നത് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലേ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ക്ലിയർ ചെയ്തേക്കല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. ഇത് കുറെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് ഡയറക്ടറി ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണോ, സെറ്റ് ചെയ്ത് കൊടുക്കണോ നമ്മള്? അത് നോക്കട്ടെ, എന്താ നോക്കട്ടെ. ജാവ സെറ്റ് ജെങ്കിൻസ് കോം അത് എന്തിനുള്ളതാണെന്നൊന്നും ചോദിച്ചേടാ. അത് എന്തിനുള്ള കമാൻഡ്സ് ആണെന്ന് ഇതോ എൻവയൺമെന്റ് ഓവർറൈഡ്, അതായത് CMD എടുത്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് റൺ ചെയ്യാം. റണ്ണേഴ്സ് ഇത് കോപ്പി ചെയ്ത് ഓരോന്നോരോന്നാക്കി കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ഇത് ഓരോന്നും ഇത് ഓടിക്കാനോ. എന്നിട്ട് CMD എടുത്തേടാ, നമ്മുടെ ഇപ്പൊ എടുത്തേക്കുന്ന CMD. അതിനകത്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്തേടാ നമ്മുടെ CMD-നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതാണ് വരുന്നത്. CMD ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇവിടെ കണ്ടോ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ താഴെ അതെടുക്കും. ഓക്കെ, ഇനി അതൊന്ന് അടിച്ചു കൊടുത്തേടാ. ഈ കോപ്പി ചെയ്തതല്ലേ, ഇതെല്ലാം ഓരോന്നായിട്ട് ചെയ്യാം. അടുത്തതൊന്ന് ചെയ്ത് ഓക്കെ ഓക്കെ. ഇതാണ്
സെയിം Unchecked IO exception. failed to create a temporary file. The system cannot find path specified. വേറൊരു പാത്ത് കൊടുത്തു നോക്കിയാണ്. ഡിക്കകത്തുള്ളത് ചെയ്ത് നോക്കിയാലോ? ഇപ്പൊ നമ്മൾ സീനകത്ത് ക്രിയേറ്റ് ചെയ്ത പോലെ വേറെ ഇല്ലാന്ന് തോന്നുന്നല്ലേ, നമ്മൾ കോപ്പി ചെയ്ത് ഇതും കോപ്പി ചെയ്തിട്ടേനു. ജെങ്കിൻസ് ഹോം അല്ലേ, ഇത് പേര് കൊടുക്കണമല്ലോ. ടെമ്പററി ആയിട്ട് ഒരെണ്ണം ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ജെങ്കിൻസ് വാറിനെ വെക്കാനാ പറയുന്നത്. ടെമ്പററി ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യത്തെ കമാൻഡ്. അപ്പൊ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് തന്നെ അത് ക്രിയേറ്റ് ആവും. പിന്നെ അതിനകത്തേക്ക് അത് പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ആടാ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാ പറയുന്നത്. ഇപ്പൊ നമ്മള് മാനുവലി അതായത് കമന്റ് അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോ, അതായത് സീഡ് അകത്ത് ജെങ്കിൻസിന്റെ ഉള്ളിൽ പോയിട്ട് TMP എന്ന് പറഞ്ഞ, അതായത് നമ്മൾ കൊടുത്തേക്കുന്നത് ഫോൾഡർ നെയിമാണ് ടെമ്പററി TMP എന്ന് പറഞ്ഞിട്ട് ജെങ്കിൻസ് സീഡ് അകത്ത് ജെങ്കിൻസിൽ പോയിട്ട് TMP പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ അത് എടുക്കാം കേട്ടോ. TMP എന്ന് പറഞ്ഞ ചെയ്തേക്കാം. ഇനി ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇപ്പൊ പാത്തിന് എന്ത് ചെയ്യാം, അതായത് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ സെക്യൂരിറ്റി എടുത്ത് ആ ഒരു അതിനെ തന്നെ ആ ഫോൾഡറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് റണ്ണേഴ്സ് എന്നിട്ട് യൂസേഴ്സ് എടുക്കുന്നത്, യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ അത് തന്നെയല്ലേ, യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, യൂസേഴ്സ് ഉണ്ട്, രണ്ടെണ്ണമായിട്ടാണ്. രണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. യൂസേഴ്സ് ആൻഡ് ഒരു മിനിറ്റ് ഫുൾ കൺട്രോൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം യൂസേഴ്സ് എടുത്തേടാ. യൂസേഴ്സ് സെലക്ട് ചെയ്ത് എന്നിട്ട് അതിനകത്ത് എനേബിൾ താഴെ കണ്ടില്ലേ ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം യൂസേഴ്സിനകത്ത് ഉണ്ടോ? മുകളിലേക്ക് സ്ക്രോൾ ചെയ്തേടാ, താഴെ കണ്ടോ പെർമിഷൻസ് യൂസേഴ്സ്, അതിനകത്ത് ആ ഫുൾ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് മുകളിലുണ്ടാടാ ഫുൾ കൺട്രോൾ മോഡിഫൈഡ് ഒക്കെ മുകളിൽ. ഇതിന് സ്ക്രോൾ ചെയ്യുക, അവിടെ ഒരു ഇത് കണ്ടില്ല, അതന്നെ എഡിറ്റ് ചെയ്തിട്ടല്ലേ പറ്റത്തുള്ളൂ. ഇത് ഒരു മിനിറ്റ് ഹലോ കൊടുത്തേക്ക്. ഓക്കെ, എന്നിട്ട് അപ്ലൈ കൊടുത്തേ. അതേപോലെ അഡ്മിനിസ്ട്രേറ്ററിലും അതുപോലെ തന്നെ ഫുൾ കൺട്രോൾ അലോ കൊടുത്തേക്ക്. യൂസേഴ്സിൽ ചെയ്ത പോലെ അഡ്മിനിസ്ട്രേറ്ററിൽ അലോ ആണ്. യൂസേഴ്സ് ആയിട്ടില്ലല്ലോ. ഓക്കെ, അപ്ലൈ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കട്ടെ. ഇനി CMD നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിയൊരു CMD എടുത്തേക്കണം.
പുതിയ CMD എടുക്കുക, എന്നിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക, എന്നിട്ട് ഓരോ നേരത്തെ ചെയ്ത സെയിം കമന്റ്സ് തന്നെ ഓരോന്നും കോപ്പി ചെയ്തടിക്കുക. ലാസ്റ്റ് അത് അലോ ആക്സസ് കൊടുത്തേക്കട ജാവയുടെ ഒക്കെ ഞാനായി തോന്നുന്നു. ഓക്കേടാ, സക്സസ്ഫുൾ ആയി. അതെന്താന്ന് വെച്ചാ പാത്തിന്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു, പാത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല നമുക്ക്. അതെന്തോ പിന്നെ പാത്ത് ഇപ്പൊ നമ്മള് അതിനെന്തോ കൺട്രോൾ ഫുൾ കൺട്രോളോ ഡെന്നീഡ് ആയിട്ടല്ലേ കിടക്കുന്നുണ്ടായിരുന്നെ. അത് പിക്ക് ചെയ്തപ്പോ അത് കറക്റ്റായി. 2 ദിവസമായി, കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ ജെങ്കിൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസറിൽ നമ്മുടെ HTTP ലോക്കൽ ഹോസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തത്? 8081 ആണോ? അത് കൊടുക്ക്. 8081 എന്നുള്ളത് കൊടുക്കുക. HTTP ലോക്കൽ ഹോസ്റ്റ് ഫുൾ കോളൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് 8081 തന്നെയല്ലേ? അതിനകത്ത് ഉണ്ടാവും നമ്മുടെ കമന്റ് പ്രോപ്റ്റിനകത്ത് കൊടുത്ത കോഡ്. അല്ലെങ്കിൽ ഓക്കെ, തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാസ്വേഡ് വേണം. ഈ പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ ആ ഒരു ഇത് കോപ്പി ചെയ്തേ, C ജെങ്കിൻസ് ഹോം, അത് ജസ്റ്റ് കോപ്പി. ഓക്കെ, കോപ്പി ചെയ്തു. ഇനി ജസ്റ്റ് നമ്മുടെ ഫയൽസ് വന്നേ, താഴെ ഫയൽസിലേക്ക് വന്നേ. എന്നിട്ട് ആ സെർച്ച് ഇല്ലേ അവിടെ വെറുതെ സെർച്ച്, അതായത് ദിസ് ലോക്കൽ ഡിസ്ക് C ജെങ്കിൻസ് അവിടെ എടുത്തത്, അവിടെ ഫുൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഈ പാത്ത് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, എന്നിട്ട് അത് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്തേ, നോട്ട് പാഡിൽ ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ പാസ്വേഡ്. ഇതൊന്ന് കോപ്പി ചെയ്തിടാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഓക്കെ ഇതെടുക്കാം, കൺട്രോൾ V ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസ് കൊടുത്ത് കുറച്ച് ടൈം എടുക്കേ.
നിഷ എപ്പോഴും ഈ പാസ്വേഡ് തന്നെ ആയിരിക്കും അല്ലല്ല, നമുക്ക്? പാസ്വേഡ് നമ്മളിപ്പോൾ മാറ്റും. പക്ഷെ ഇതെങ്ങനെ വന്നിട്ടോ? ഓക്കെ, എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാടാ. യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് ചേഞ്ച് ചെയ്തേക്ക്. നേരത്തെ കൊടുത്ത സെയിം പാസ്വേഡ് കൊടുക്കണ്ട, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് കൊടുത്തേക്ക്. ഓക്കെ. ഓക്കെ, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തോ. സേവ് ആൻഡ് ഫിനിഷ് കൊടുത്തോ. ഓക്കെ, സേവ് ആൻഡ് ഫിനിഷ് കൊടുത്തോ. സ്റ്റാർട്ട് യൂസിങ് ജെങ്കിൻസ് കൊടുത്തോ. ഇനിയിപ്പോൾ നമുക്ക് ജെങ്കിൻസ് വേണമെങ്കിൽ ഇതേപോലെ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് ഈ കമാൻഡ്സ് അടിച്ചിട്ട് എന്ത് വേണം, നമ്മുടെ ബ്രൗസറിൽ വന്ന് ലോക്കൽ ഹോസ്റ്റ് 8081 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എല്ലാവർക്കും ഒരുമിച്ച് തുടങ്ങാം. അതായത് ഇതിനകത്ത് നമുക്കിനി എന്ത് വേണം, പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ, പ്ലസ് ന്യൂ ഐറ്റം, അതല്ലടാ, ന്യൂ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രൊജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. സാമ്പിൾ പ്രൊജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്ലെയർ റൈറ്റ് പ്രൊജക്റ്റ് എന്നോ പ്ലെയർ ഡെമോ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം കൊടുത്തേക്ക്. ബാക്കി രണ്ടുപേരും ചെയ്യുന്നില്ല, അപ്പം പറയട്ടെ. എന്നിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് വേണം, അതിന്റെ താഴെ ചൂസ് ഫ്രീ സ്റ്റൈൽ പ്രൊജക്റ്റ് ഇല്ലേ, അത് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ ഓക്കെ. ഇനി നമ്മൾ പ്രൊജക്റ്റിന്റെ പാത്ത്, നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് എവിടെയാണുള്ളത്, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്താണ് ഉള്ളത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാം. ഇനി ലോക്കൽ സിസ്റ്റത്തിലല്ല, ചിലപ്പോൾ നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യാറുണ്ടോ നിങ്ങൾ? ഗിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ? അപ്പൊ നമ്മൾ ഈ പ്രൊജക്റ്റ് ഒക്കെ ഗിറ്റിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ ഇതൊന്ന് സ്ക്രോൾ ചെയ്തേടാം, താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ കണ്ടോ ഗിറ്റ് എന്ന് പറഞ്ഞത്. ഗിറ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഗിറ്റിന്റെ റെപ്പോസിറ്ററിയുടെ URL അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ റെപ്പോസിറ്ററി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള പ്രൊജക്റ്റ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലായതുകൊണ്ട് എന്ത് ചെയ്യുക, താഴേക്ക് വന്നിടണം, ഗിറ്റ് സെലക്ട് ചെയ്യണ്ട. താഴേക്ക് വന്നിട്ട് അതിനകത്ത് എവിടെയായിരുന്നു പ്രൊജക്റ്റ് കസ്റ്റം വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുകളിലേക്ക് വന്നേ, കസ്റ്റം വർക്ക് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അതിനൊന്ന് ടിക്ക് ചെയ്യണടാ. എക്സിക്യൂട്ട് അല്ല, അതല്ല, അഡ്വാൻസ്ഡിൽ എടുത്തേടാ. അതിൻ്റെ മുകളിൽ അഡ്വാൻസ്ഡ് എടുത്ത് യൂസ് കസ്റ്റം വർക്ക് സ്പേസ് താഴെ കണ്ടോ, അഡ്വാൻസ്ഡിൽ താഴെ യൂസ് കസ്റ്റം വർക്ക് സ്പേസ്. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മുടെ
പ്രൊജക്റ്റ് ഇരിക്കണ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അത് എവിടെയാണ് നമ്മളൊരു പ്ലേ റൈറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിന്റെ പാത്ത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആ പാത്ത് കോപ്പി ചെയ്യാം, Ctrl+C ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും മതി. ഇനി സ്ക്രോൾ ചെയ്തോടെ മുകളിലേക്ക് വന്ന് നമ്മുടെ സിസ്റ്റം എല്ലാവരുടെയും ഇതല്ലേ, വിൻഡോ അല്ലേ, ശ്രീജൂതിയുടെ ലിനക്സ് ആണല്ലേ, നോക്കാം നമുക്ക്. എന്നിട്ട് ഇത് സ്ക്രോൾ ചെയ്ത് ഇനി ഇതിനകത്തൊന്നുമില്ല. ഇനി നമുക്ക് ആവശ്യം അവിടെ ബിൽഡ് സ്റ്റെപ്സ് എന്ന് കണ്ടോടാ, അത് തന്നെ ബിൽഡ് സ്റ്റെപ്സിനകത്ത് ആഡ് ബിൽഡ് സ്റ്റെപ്സ് കൊടുത്ത് അതിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ എക്സിക്യൂട്ട് വിൻഡോ ബാച്ച് കമാൻഡ്. ലിനക്സിന് എന്താ കൊടുക്കണ്ടേന്നാണ് ഞാൻ നോക്കട്ടെ കേട്ടോ. കസ്റ്റം വർക്ക് സ്പേസ് കഴിഞ്ഞിട്ട് എന്താ കൊടുക്കേണ്ടത്? കസ്റ്റം വർക്ക് സ്പേസ് കൊടുത്തോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്ത് കോപ്പി ചെയ്ത് കൊടുത്തോ കസ്റ്റം വർക്ക് സ്പേസിനകത്ത്. എന്നിട്ട് അതിന്റെ താഴെ ആഡ് ബിൽഡ് സ്റ്റെപ്സ് ഉണ്ടാവും. കണ്ടോ, ഒരു ആഡ് ബിൽഡ് സ്റ്റെപ്പ്, ഒരു പ്ലസ് ഐക്കൺ പോലെ. അത് ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോസ് ഉള്ളവരെല്ലാം എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് പാച്ച് കമാൻഡ് കൊടുക്കുക, ശ്രീജ്യോതി എക്സിക്യൂട്ട് ഷെല്ല് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാനുള്ള കമൻറ്റ് പറഞ്ഞു കൊടുക്കാം. നമ്മൾ നോർമലി എന്ത് കമൻറ്റാണ് കൊടുക്കാം, npx playwright test. ഇപ്പം ആദ്യം നമുക്ക് ആ ടെക്സ്റ്റ് കൊടുക്കാം, അല്ല ആ കമൻറ്റ് കൊടുക്കാം. ആ കമൻറ്റ് കൊടുത്തേക്ക് വിൻഡോനും മാക്കിനും സെയിം തന്നെ, ഷെല്ലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കമൻറ്റ്. ഈ കമൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇത്രയും നേരം നമ്മുടെ ടെക്സ്റ്റ് പ്ലേ റൈറ്റ് ടെസ്റ്റുകൾ റൺ ചെയ്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ ഫയൽ പറഞ്ഞു കൊടുത്തത് മാത്രം അത് നോക്കട്ടെ. ഇതാണ് കോമൺ ആയിട്ടുള്ള കമൻറ്റ്. ഇനി ഇത് സേവ് ചെയ്തേടാം. സേവ് ചെയ്തതിന് ശേഷം അവിടെ ബിൽഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ സൈഡിൽ മുകളിൽ, വർക്ക് സ്പേസിൻ്റെ താഴെ വർക്ക് സ്പേസ് ചേഞ്ച് സ്റ്റാറ്റസ് ഈ സൈഡിൽ കണ്ടോടാ, അത് തന്നെ ബിൽഡ് നൗ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബിൽഡ് നൗ. അപ്പോൾ ബിൽഡ് എന്താവും, സ്റ്റാർട്ട് ചെയ്യും. അതെന്താടാ ഫെയിൽ ആയിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് സിസ്റ്റം കനോട്ട് ഫൈൻഡ് form.login.js. അത് നമ്മുടെ ഇതിനകത്ത് വന്നേക്കുന്നതാ, നമ്മൾ .js ഫയൽ കാണാനില്ലാന്ന് ഡെസ്ക്ടോപ്പിനകത്ത്. ബാക്കിയുള്ളവർക്കോ ആയിട്ടില്ല. ഓക്കെ, ഇത് നമ്മുടെ ഏത് ഇതാണ്, ടെസ്റ്റിന്റെ പേരെന്താണ്, ടെസ്റ്റ് PO. ഇങ്ങനൊരു സ്പെക് ഫയൽ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തിടാം. അതിനകത്ത് ലോഗിൻ പേജിനെ കിട്ടുന്നില്ല എന്നുള്ള കേസാണ്. ഇമ്പോർട്ട് ലോഗിൻ പേജ്, നമ്മുടെ പ്രൊജക്റ്റിന്റെ കോഡ് ഒന്ന് എടുത്തിടാം, നോക്കട്ടെ. അതിനകത്ത് ആ ഒരു ഇത് ആ ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് POE എൻഡ് ടു എൻഡ് ടെസ്റ്റ് എന്ന് കൊടുത്തില്ലേ, ടെസ്റ്റ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് എൻഡ് ടു എൻഡ്, അതെടുത്തിടാം. അതിനകത്ത് എറർ വന്നേക്കുന്നത് കേൾക്കല്ലേ? ഹലോ എടാ, ആ ടെസ്റ്റ് ഇല്ല, ടെസ്റ്റ് പ്രൊജക്റ്റ് അത് തന്നെ, അതിനകത്ത് തന്നെ ഇഷ്യൂ വന്നേക്കുന്നത്. ഈ ടെസ്റ്റ് ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കി, ഇത് വർക്ക് ആവുന്നില്ലേ? ഇതല്ലേ നമ്മുടെ മെയിൻ ഇത് നമ്മുടെ മെയിൻ ഫയലല്ലേ, ഇത് വർക്ക് ആയിക്കൊണ്ടിരുന്നതല്ലേ? ഓക്കെ, ബാക്കി രണ്ടുപേർക്കോ വർക്ക് ആവുന്നില്ലേ?
സെയിം ബിൽഡ് ഫെയിൽഡ് ആയോ? എന്റെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് മാത്രം സെപ്പറേറ്റ് ഓരോന്ന് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അതെ. ഓക്കെ. നോ ടെസ്റ്റ് ഫൗണ്ട്. എനിക്കൊന്ന് ഡോട്ട് ഡോട്ട് ഇടണമായിരിക്കും ഇത്. പക്ഷെ ഇത് വർക്ക് ആയതല്ലടാ. ഡോട്ട് ഡോട്ട് ഇത് കിട്ടിയിട്ട് എനിക്ക് തോന്നി ഇത് വെളിയിൽ നേരത്തെ പോം ടെസ്റ്റിനകത്തല്ലേ കിടന്നത്. പിന്നെ നമ്മള് ഒബ്ജക്ട് മാനേജർ ചെയ്തപ്പോ ഇത് വെളിയിൽ എടുക്കൊണ്ടിട്ടില്ലേ? ആണോ? അങ്ങനെയല്ലായിരുന്നോ ചെയ്തേ? ഒരു കാര്യം ചെയ്യും, ലോഗിൻ പേജ് മാത്രം ബാക്ക് സ്പേസ് അടിച്ചാൽ കിട്ടുന്നുണ്ടോ ഇല്ല നോക്കട്ടെ. അത് കമന്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചു നോക്കാം. ലോഗിൻ പേജ് മാത്രം. ഇനി നെക്സ്റ്റ് ലൈനിൽ ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കിയടാ. ഇമ്പോർട്ട് ലോഗിൻ പേജ് അങ്ങനെ ചെയ്തു നോക്കാം. ഇമ്പോർട്ട് ലോഗിൻ പേജ് അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇത് ഡോട്ട് ഡോട്ട് ആണ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ എല്ലാം ചേഞ്ച് ആവില്ലേ? എഡിറ്റ് ബിൽഡ് ഇൻഫർമേഷൻ അല്ലേ? ഇതിനകത്തല്ല, സെപ്പറേറ്റ് റൺ ചെയ്ത് നോക്ക്. എന്നിട്ട് അവിടേക്ക് വരാം. ഓക്കെ. അടുത്തതിനകത്ത് അപ്പൊ അതൊന്നും എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തേണം. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കും. സേവ് ചെയ്തിട്ട് റൺ ചെയ്യും. റണ്ണായി. അപ്പൊ നമ്മുടെ ഇതിനകത്ത് റൂട്ട് വെളിയിൽ ഇട്ടല്ലോ നമ്മൾ, ഡ്രാഗ് ഡ്രോപ്പ് ചെയ്തില്ല ഒബ്ജക്ട് മാനേജർ. അല്ല ഇനിയിപ്പോ ഇവിടെ ജെങ്കിൻസിനകത്ത് വീണ്ടും ഒന്ന് ബിൽഡ് കൊടുത്തിടാം. എഡിറ്റ് ആണോ? അല്ല ബാക്ക് അടിക്കുക. ഇതിപ്പോ കൺസോൾ ഔട്ട്പുട്ടിനകത്തല്ലേ, ഇതിനകത്തല്ലടാ. എവിടെയാ ബാക്ക് അടിച്ചാൽ മറ്റേ ആരോ ഇല്ലേ, ബാക്ക് ആരോ. അതെ, ഒന്നും കൂടെ ചെയ്യും. ഒന്നും കൂടെ. ഓക്കെ. എന്നിട്ട് വീണ്ടും ബിൽഡ് നൗ കൊടുത്തേ. റണ്ണാവുന്നല്ലേ അത്? അത് ടൈം എടുക്കുമായിരിക്കും. ഓരോന്നും ഇത് റണ്ണാവുന്നുണ്ട്. ഏതോ ഒരെണ്ണം എന്റെ ഫെയിലായി. അതെങ്ങനെ ഏതാന്ന് മനസ്സിലാവുന്നത്? വിഷ്വൽ കമ്പാരിസൺ എങ്ങനെയാവും ചിലപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടാവുക. അത് അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. സ്ക്രീൻ ഷെയർ ചെയ്തേടാ. ഇത് റൺ ആവട്ടെ കേട്ടോ. ആര്യടാ. ഓക്കെ. അതിനകത്ത് കൺസോൾ ഔട്ട്പുട്ട് കണ്ടോടാ. ഈ കൺസോൾ ഔട്ട്പുട്ട് എടുത്തേ. അതിനകത്ത് വന്നിട്ടുണ്ടാവും ഫെയിൽ ആയത് ഏതാന്ന്. 18 എണ്ണം യൂസിങ് 4 വർക്കേഴ്സിനകത്ത് റണ്ണിങ്. സ്ക്രോൾ ചെയ്തേടാ. ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിനകത്ത് ഏതോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന് കൺവേർട്ട് ഇൻ പ്ലെയിൻ ടെസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ. ഇത് നമുക്കൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഡൗൺലോഡിന്റെ അപ്പുറത്ത് വ്യൂവേഴ്സ് ഇൻ പ്ലെയിൻ ടെസ്റ്റ് അത് ഏകദേശം സെയിം തന്നെയാ. മെല്ലെ മെല്ലെ വന്നേടാ. മറ്റേ സിമ്പിളൊക്കെ പോയി. വേറെ കുറെ സിമ്പിൾ ഉണ്ടായിരുന്നു. ഇവിടാന്ന് തോന്നുന്നു എറർ. ഇത് ഏതാ പറഞ്ഞല്ലോ ചെയ്യുന്ന സമയത്ത് തന്നെ അത് എക്സാക്ട് ആയിരിക്കണം സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പാസ്സായിട്ടുണ്ട്. നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റുകളും പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയാണ് ജെങ്കിൻസിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പ്രൊജക്റ്റിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യാൻ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് മുന്നേ ശ്രീജ്യോതിയുടെ എന്തായി? ബിൽഡ് സക്സസ് ആയ? ഷെയർ ചെയ്തേടാ.
അതിനകത്ത് കൺസോൾ ഔട്ട്പുട്ട് എടുത്ത് ഇതിനകത്ത് എല്ലാം ഫെയിൽഡ് ആണോ അതോ ഇതിപ്പോ എങ്ങനെ അറിയാ? നോക്കട്ടെ. ബിൽഡിംഗ് ഫയൽ ആക്സസ് ഇത് വേറെ എന്തോ ആണല്ലോടാ. ആക്സസ് അതായത് ആ പ്ലേ റൈറ്റ് ആക്സസിന് കിട്ടിയിട്ടില്ല, ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഫെയിൽ ആയേക്കുന്നത്. അവിടെ പാത്തില്ലേ പറഞ്ഞു കൊടുത്തേക്കുന്നത്, എവിടെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെ നമ്മള് ആ അതിനകത്ത് യൂസ് മുകളിൽ ഇതല്ല ഇത് ടെസ്റ്റ്, അതിൻ്റെ മുകളിൽ ആ അഡ്വാൻസ്ഡ് എടുത്ത് അതിനകത്ത് ഈ പാത്ത് കിട്ടിയിട്ടില്ല എന്ന്, ഇത് ഡെന്നീഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു എറർ മെസ്സേജ് കാണിച്ചാണ് നോക്കട്ടെ. കൺസോൾ ഔട്ട്പുട്ട് ഇല്ല, അതൊന്ന് കാണിച്ച് ബാക്ക് അടിച്ചാൽ മതിയായിരിക്കും. നിൽക്കി ഇത് മതി, ഈ ഒരു എറർ മതി. ഇതെന്തോ കറക്റ്റ് പാത്ത് കറക്റ്റ് തന്നെയല്ലടാ. യൂസ് പ്ലേ റൈറ്റ് എക്സസൈസ് ഇതുവരെ ഉള്ളത് ഏതാണ്? പ്ലേ റൈറ്റ് പ്ലേ റൈറ്റ് എക്സസൈസ് അതുവരെ ഉള്ളത് മതി. പക്ഷെ ആ പാത്ത് കിട്ടുന്നില്ല എന്നാ ഇഷ്യൂ. നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ എടുത്തത്. എടാ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത്, അതായത് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തേടാ. അതിനകത്ത് ഞാൻ ജസ്റ്റ് 2 കമന്റ് തരാം, അതൊന്ന് അടിച്ച് ഞാൻ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കണോ? അപ്പൊ ഇത് ഫുൾ അത് വിഷ്വൽ കമ്പാരിസൺ അല്ലടാ ഫെയിൽ ആയിരിക്കുന്നത്. കുഴപ്പമില്ല, അത് ഫെയിൽ ആവുമല്ലോ, കാരണം നമ്മൾ അന്ന് എടുത്ത് വെച്ച സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഡേറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ കമന്റ് സ്കിപ്പ് ചെയ്യുക, ആ വിഷ്വൽ കമ്പാരിസന് സ്കിപ്പ് കൊടുത്തേക്ക്, എന്നിട്ടൊന്ന് റൺ ചെയ്തേക്ക്, അപ്പൊ ഫുൾ പാസ് ആയിരിക്കും. സ്കിപ്പ് യൂസ് ചെയ്യാലോ. നമ്മുടെ ഒറിജിനൽ പ്രൊജക്റ്റിനകത്ത് വന്നിട്ട് അതിനൊന്ന് സ്കിപ്പ് കൊടുത്തേക്ക്, അപ്പൊ ചിലപ്പോ പാസ്സാവും. ഇങ്ങനെ ഒരു പാത്ത് PWD എന്ന് അടിച്ചു കൊടുത്ത ജസ്റ്റ് PWD, അപ്പോൾ നമ്മുടെ പാത്ത് കിട്ടി. നിൽക്കുന്ന നോക്കട്ടെ. ഇനി അടുത്തത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കമന്റും കൂടെ അടിച്ചാണ് താഴെ. LS വേറെ ഒന്നുമില്ല, LS എന്നുള്ളൊരു കമന്റ്. LS ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. LS ഓക്കെ. നോക്കട്ടെ അതെടുത്ത് ലിസ്റ്റ് ചെയ്തു. ഇതിനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടണം. ഞാൻ ഇത് ലിനക്സ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. കറക്റ്റ് തന്നെയാണ്. ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയടാ. ഇത് കൊടുത്തു നോക്കട്ടെ. ഈ ഒരു പാത്ത് ഈ ഭാഗത്ത് തന്നെയല്ലേ കൊടുത്തേ? അല്ല, ഹോം കൊടുത്തിട്ടുണ്ടായില്ല. അതൊന്ന് കൊടുത്ത് നോക്കിയാണ്.
കോൺഫിഗറേഷനിൽ മുകളിൽ മുകളിൽ അതെ അഡ്വാൻസ്ഡിൽ പാത്ത് ഇതിനകത്ത് വിഷ്വൽ കമ്പാരിസൺ ചിലപ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്, ബാക്കിയെല്ലാം പാസ്സാവുമായിരിക്കും. ഇനി ആര്യയുടെ എന്താടാ? എനിക്ക് 2 പേരിലെന്ന് കാണിക്കുക. അത് ഏതൊക്കെയാ നോക്കാം. ഷെയർ ചെയ്യാം. ഷെയർഡാണ് ഓൾറെഡി. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെയാ? 14 ഉണ്ട് ടെസ്റ്റ് യൂസിങ് 2 വർക്കേഴ്സ്. ഇത് മറ്റേ വ്യൂ ആസ് പ്ലെയിൻ ടെസ്റ്റ് എടുത്തേടാ. ഓക്കെ, സ്ക്രോൾ ചെയ്തേ, മെല്ലെ സ്ക്രോൾ ചെയ്തേ. എന്നിട്ട് അതിനകത്ത് ആ എറർ വരുന്നിടത്ത് നോക്കി ഏതാണ് ഫെയിൽ ആയിരിക്കുന്നതെന്ന്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആദ്യത്തെ ടെസ്റ്റ് ഡെമോ ടെസ്റ്റ്. ഇതിനകത്ത് എന്താ? ഗോ ടു പ്രോട്ടോകോൾ പേജ് നോട്ട് കനോട്ട് ഇൻവാലിഡ് URL. ഏതിന്റെ URL തെറ്റാ? അത് ഏതാണ്? ഡെമോ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടോ അവിടെ? ആ ലോഗിൻ സ്പെക്ക് എടുത്ത ലോഗിൻ സ്പെക്ക് അതിനകത്താ. ലോഗിൻ സ്പെക്ക് കണ്ടോ? ഫസ്റ്റ് അത് തന്നെ, അത് തന്നെടാ ലോഗിൻ സ്പെക്ക്. അതെ, അതിനകത്താണ് അതിന്റെ URL. അത് ഈ URL എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. നോർമലി നമ്മൾ എങ്ങനെയാ കൊടുത്തോണ്ടിരുന്ന URL മുകളിൽ? ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ എങ്ങനെ കൊടുക്കുന്ന എല്ലാത്തിനും. HTTPS. ഇനി അടുത്തതും കൂടെ നോക്കട്ടെടാ. അടുത്തത് ഏതാ ഫെയിൽ ആയിരിക്കുന്നത്? ഇത് സേവ് ചെയ്തോ? ഇത് ആ സമയത്ത് വർക്ക് ആയതാ അതല്ലേ? അതെന്തെങ്കിലും ചിലപ്പോൾ കൈത്തട്ടി പോയതായിരിക്കും എപ്പോഴെങ്കിലും. ഇനി അടുത്തത് ഏതാ ഫെയിൽ ആയിരിക്കുന്നത്? അടുത്തത് വിഷ്വൽ കമ്പാരിസൺ. അത് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ സ്കിപ്പ് കൊടുത്തേക്കും. അപ്പോൾ അത് പാസ്സായി കാണാം. സ്കിപ്പ് കൊടുത്താൽ മതി. അതെവിടെ കൊടുത്തേ? വിഷ്വൽ സ്പെക്കിനകത്ത് ഡെമോ ടെസ്റ്റാ. വിഷ്വൽ സ്പെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ എടുത്തേടാ. അതിനകത്ത് എവിടെ? അതെ, ലാസ്റ്റ് ഉള്ളത്. അതിനകത്ത് ഇത് ജസ്റ്റ് ഡോട്ട് സ്കിപ്പ് കൊടുക്കുക. ഡോട്ട് സ്കിപ്പ് പഠിച്ചതല്ലേ നമ്മള്? ഡോട്ട് ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം വർക്ക് ആവും. ഡോട്ട് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് സ്കിപ്പ് ആവും. ടെസ്റ്റ് ഡോട്ട് സ്കിപ്പ് ഓൺലി കൊടുത്തു. ഇവിടെ തന്നെ ടെസ്റ്റ് തേർഡ് ലൈനിലടാ. നമ്മൾ ടെസ്റ്റ് ഡോട്ട് ഓൺലി കൊടുത്ത പോലെ തന്നെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലടാ, ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡോട്ട് ഓൺലി എങ്ങനെയാ കൊടുത്തത്? ടെസ്റ്റ് ഡോട്ട് ഓൺലി അതേപോലെ ടെസ്റ്റ് ഡോട്ട് സ്കിപ്പ്. അവിടെ തന്നെ ഡോട്ട് സ്കിപ്പ്. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്തേ. ആര്യക്ക് കിട്ടി? അല്ല, ശ്രീജ്യോതിക്ക് കിട്ടിയില്ലേ? അത് ഏതൊക്കെയാണെന്ന് നോക്കുവോ? പ്ലെയിൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണും ഏതൊക്കെ സ്പെക് ഫയലും ഡീറ്റെയിൽസ്. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് റൺ ആവട്ടെ, എന്നാൽ സ്ക്രീൻ ഷെയർ ചെയ്തോ. ആര്യയുടെ ഇത് റൺ ആവട്ടെ, ശ്രീജ്യോതി ഷെയർ ചെയ്തു. ഇതിനകത്ത് ഏതൊക്കെയാ? ഫസ്റ്റ് തൊട്ടെടുത്തേടാ. പേജ് ലോഞ്ചിൽ ഏതായിരുന്നു? ആദ്യത്തെ ഏതായിരുന്നു? ചെക്ക് ബോക്സ് സ്പെക്കിനകത്ത് എറർ. അതെന്താ അസേഷൻ്റെ അകത്ത് എറർ വന്നേക്കുന്നത്? ടൈം ഔട്ട് എക്സീഡ് ആണ്. പേജ് ലോഞ്ച് അതായത് ചെക്ക് ബോക്സ് സ്പെക്ക് എടുത്ത് അതിനകത്ത് എന്തോ അസേഷനാണ്.
അത് നമ്മൾ അന്ന് പർപ്പസ്ഫുള്ളി മനഃപൂർവ്വം കൊടുത്തായിരുന്നു. അങ്ങനെ ഇട്ടാന്ന് തോന്നുന്നു. അപ്പം അത് ജസ്റ്റ് ഓക്കെ. നമുക്കിങ്ങനെ ഈ അസേഷൻസിൻ്റെ കേസിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ അസേഷൻസിൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. 2 ടൈപ്പിൽ അസേഷൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന അസേഷൻസ് എല്ലാം ഹാർഡ് അസേഷൻസ് എന്ന് പറയും. അതായത് ഈ അസേഷൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിന് ശേഷമുള്ള സ്റ്റെപ്സ് വർക്കാവുള്ളൂ. പിന്നെ സോഫ്റ്റ് അസേഷൻസ് ഉണ്ട്. ഈ സോഫ്റ്റ് അസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോട്ട് സോഫ്റ്റ് ഇടുക, എക്സെപ്റ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡോട്ട് സോഫ്റ്റ് ഇടുക. ഇപ്പം ഇതിനകത്ത് തന്നെ അങ്ങനെ ഇട്ടിടാം. ലാസ്റ്റത്തെ 18th ലൈനിൽ ഇതല്ല, 18th ലൈനിൽ എക്സെപ്റ്റ് കഴിഞ്ഞതിന് ശേഷം, പേജിന് തൊട്ട് മുന്നേ, അവിടെ അല്ലടാ, പേജിന് തൊട്ട് മുന്നേ എക്സെപ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡോട്ട് സോഫ്റ്റ്, ഇത് സോഫ്റ്റ് അസേഷൻ എന്നാ പറയാം. സോഫ്റ്റ് അസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസേഷൻ ചെക്ക് ചെയ്തിട്ട് അത് ഫെയിലാണെങ്കിലും എന്ത് ചെയ്യും, അത് ഫെയിലാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്കാവും. അതായത് അത്ര ഹാർഡ് അസേഷനെ പോലെ അത്ര സ്ട്രിക്റ്റ്ലി ഇത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പും എക്സിക്യൂട്ട് ചെയ്യുമെന്നില്ല. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. സോഫ്റ്റ് അസേഷൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് സോഫ്റ്റ് ഇട്ട് കൊടുക്കണം. ഹാർഡ് അസേഷൻസ് ആണ് നമ്മൾ നോർമലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്താണ്, മസ്റ്റായിട്ട് അസേഷൻ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടെസ്റ്റ് കംപ്ലീറ്റ്ലി പാസ്സാവുള്ളൂ. പക്ഷെ സോഫ്റ്റ് ആണെങ്കിൽ എന്താണ്, അത് സ്കിപ്പ് ചെയ്യും ആ ഒരു ലൈൻ മാത്രം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പം അത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത ലൈൻസ് എല്ലാം എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലായോ? സോഫ്റ്റും ഹാർഡും എത്ര ടൈപ്സ് അസേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ടൈപ്പിലാണുള്ളത്. സോഫ്റ്റ് അസേഷൻ, ഹാർഡ് അസേഷൻ. ഹാർഡ് അസേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല, അതിനെയാണ് ഹാർഡ് അസേഷൻ എന്ന് പറയാം. സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോട്ട് സോഫ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അതെന്ത് ചെയ്യും, അത് അത്ര മറ്റേ ഹാർഡ് അസേഷനെ പോലെ അത്രയും ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യില്ല. ജസ്റ്റ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, പാസ്സായി കഴിഞ്ഞാൽ പാസ്സാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെ സ്കിപ്പ് ചെയ്തിട്ട് അതിന് താഴെയുള്ള ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എറർ എന്തായിരുന്നു? 3 ഉണ്ടെന്നല്ലേ? ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇനി റണ്ണായി കഴിഞ്ഞാൽ അതാവുമായിരിക്കും. പിന്നെ വിഷ്വൽ കമ്പാരിസൺ ആണെങ്കിൽ ജസ്റ്റ് അത് സ്കിപ്പ് കൊടുത്തേക്കും. കമ്പാരിസൺ ജസ്റ്റ് സ്കിപ്പ്. ഓക്കെ, ഇനി കൺട്രോൾ എസ് ചെയ്തിട്ട് ബിൽഡ് നൗ കൊടുത്തേക്കും. അത് ബാക്ക്വേർഡ്സ് ആര്യയുടെ എന്താണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റണ്ണാവോ നിമിഷം? എനിക്ക് ആക്ച്വലി ഒരു ലൊക്കേറ്റർ ആക്ച്വലി അത് ലൊക്കേറ്റ് ആവുന്നില്ല. അപ്പൊ അത് വെയിറ്റിംഗ് ഫോർ ലൊക്കേറ്റർ. ബട്ട് നമ്മള് മാനുവലി നമ്മളിപ്പോ ആ ടെസ്റ്റിൽ പോയിട്ട് നമ്മൾ NPX പ്ലെയർ ആയിട്ട് അത് കൊടുത്ത് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കേൾക്കാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ എൻഡ് ടു എൻഡ് ആണ്. ഇത് എൻഡ് ടു എൻഡ് അല്ല അല്ലേ? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. പക്ഷെ ഇവിടെ പറയുന്നത് വെയിറ്റിംഗ് ഫോർ ലൊക്കേറ്റർ എന്ന്. പക്ഷെ ഇത് ലൊക്കേറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്നോണ്ടാണോ ലൊക്കേറ്റ് ആവാത്തത്? അതുകൊണ്ട് ആ ലൊക്കേറ്റർ കിട്ടുന്നില്ല. വെയിറ്റിംഗ് ഫോർ മൈ ലിസ്റ്റ് സ്പാൻ. അതൊന്ന് എടുത്ത് നോക്കിയേ. മൈ ലിസ്റ്റ് സ്പാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിനകത്ത് ഇത് സ്പേസ് ഉണ്ടാവും. ഇങ്ങനെ മൈ ലിസ്റ്റ് സ്പാൻ എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഉണ്ടാവുമോ? അതായത് മൈ ലിസ്റ്റ് സ്പാൻ ഇതോ? അതങ്ങനെ തന്നെയാണ്. മൈ ലിസ്റ്റ് സ്പാൻ ആ ലിങ്കിൽ പോയിട്ട് അതിനൊന്നും കൂടി ലൊക്കേറ്റ് ചെയ്ത് നോക്കാം.
വേറെ കാര്യം ഡ്രാഗ് ആവണില്ല, എനിക്കൊന്ന് കോഡിൽ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയോളാം. അതിന്റെ ഇത് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ആ സ്പേസ് ആയിരിക്കില്ല, വേറെ ഒന്നില്ലെങ്കിൽ അതൊരു ഡോട്ട് ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും. അതൊന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ അതിന്റെ ലൊക്കേറ്ററിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവണം. ഓക്കെ, അത് ഞാൻ നോക്കിയോളാം. ഓക്കെ. ഡൗട്ടേ, നമ്മൾ ഈ പേജ് ഡോട്ട് പോസ് കൊടുക്കത്തില്ലേ? അതെല്ലാം റിലീസ് ചെയ്ത് വെക്കണം. ഇതെല്ലാം റിലീസ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. എന്നാ എങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ആവുള്ളൂ. റിലീസ് അതെല്ലാം റിലീസ് ചെയ്ത് വെക്കും. നേരത്തെ എന്താ ചെയ്ത് അപ്പോഴതെല്ലാം കംപ്ലീറ്റ് ആയത്, അതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മൾ ഈ പേജ് നോട്ട് പോസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് അപ്പൊ കൊടുക്കുന്നു മാത്രം. അത് അവിടെ കഴിഞ്ഞാൽ നമ്മളത് കമന്റ് ചെയ്ത് ഇട്ടാ മതി. എത്ര പേജ് നോട്ട് പോസ് ഉണ്ടോ അതെല്ലാം ക്ലോസ് ചെയ്തേക്ക്. ക്ലോസ് ചെയ്യാ പോസ് റിലീസ് ചെയ്യാം. ഇതിനകത്ത് ആ റിലീസ് ബട്ടൺ ഇല്ല, ഗ്രീൻ കളറിലല്ലല്ലോ, അത് ഡിസേബിൾ ആണല്ലോ. അതുണ്ടോ അവിടെ ബാക്കിൽ ഒരെണ്ണത്തില് ഗ്രീൻ കളറിൽ ഒരു പ്ലേ ബട്ടൺ പോലെ ഒരെണ്ണം, അതല്ലടാ അതിന്റെ തൊട്ട് അത്. അപ്പൊ അത് ക്ലോസ് ആവും. അതുപോലെ ഓരോന്നും ക്ലോസ് ചെയ്യാം. കഴിഞ്ഞു കേട്ടോ, അത് നോക്കട്ടെ. ഏതൊക്കെയോ ക്ലോസ് ആവാനുണ്ട് തോന്നുന്നു. എല്ലാം പാസ്സായി. ശ്രീചക്രയും പാസ്സായില്ലേ? ഇല്ല, ഒരെണ്ണം ഇപ്പൊ വീണ്ടും ചെയ്യണം. ഏതാണ്? അതെന്താ മിസ്റ്റേക്ക്? എന്താ തനിച്ച് റൺ ചെയ്തപ്പം ഇഷ്യൂ ഇല്ല, ഇതിനകത്ത് എന്താ കാണിക്കുന്നത്? ബിൽഡായിട്ട് റൺ ചെയ്തപ്പോ ടൈം ഔട്ട് എന്തെങ്കിലും ആണോ? എവിടെയാണ് കാർട്ടിന് ക്ലിക്ക് ആവുന്നില്ല. അല്ലാതെ ഇപ്പൊ ഇതുപോലായിട്ട് റൺ ചെയ്ത് നോക്കിയത്, അത് പക്ഷെ റണ്ണായി. അതിന്റെ അകത്ത് അതായത് നമ്മുടെ കോൺഫിഗ് ഫയലിനകത്ത് എന്തെങ്കിലും പോർട്ട് എങ്ങാനും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? മേ ബി അത് നമ്മുടെ playwright1.config-നകത്തല്ലേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേതിനകത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ, പോർട്ടും ഡിവൈസസും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അത് നമുക്ക് നോക്കാം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതിപ്പോ ഫെയിൽ ആണെങ്കിൽ അത് നോക്കാം, നമുക്ക് എങ്ങനെ ടെസ്റ്റ് പാസ് ആവുമെന്ന് നോക്കാട്ടോ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ജെങ്കിൻസിന് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത് NPS പ്ലേറൈറ്റ് ടെസ്റ്റ്. അപ്പം എന്തായി, നമ്മുടെ എല്ലാ ടെസ്റ്റും റണ്ണായി. ഇനി എനിക്ക് അങ്ങനെ വേണ്ട, എന്ത് ചെയ്യാം, ഇതുവരെ ആർക്ക് കിട്ടി? ആരുണ്ടോ? ഓക്കെ ആണോ? അല്ല, അത് ഞാൻ നോക്കിയോളാം. ഒരെണ്ണത്തിനെ പ്രശ്നമുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യാനും എറർ നോക്കാനും നമ്മൾ പഠിച്ചല്ലോ. ബാക്കി നമുക്ക് തനിയെ ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. കുറച്ച് കമാൻഡ്സും കൂടെ പറഞ്ഞുതരാം. ഇതിപ്പോൾ എല്ലാ ടെസ്റ്റും റൺ ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ പറഞ്ഞു, NPS പ്ലേറൈറ്റ് ടെസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പാരാമീറ്ററൈസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ടെസ്റ്റ് റൺ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്ത് കൊടുക്കാം, കോൺഫിഗർ ആസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. ഒന്ന് മുകളിലേക്ക് വന്നേടാ, ഇത് എവിടെ അതാണ് കോൺഫിഗർ ആസ് പാരാമീറ്റർ ഉണ്ടാവുക. കോൺഫിഗറേഷൻസ് എടുത്തേടാ. ജെങ്കിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെങ്കിൻസ് ഇമേജ് കണ്ടോ മുകളിൽ, അവിടെ തന്നെ അതെടുത്ത് അത് ക്ലിക്ക് ചെയ്തേടാ. ഇത് ഇപ്പൊ നമ്മൾ കൊടുത്ത ടെസ്റ്റ് ആണ്, ഇവിടെ ചെയ്യാം. ഇവിടെയല്ല സെറ്റിങ്സ് എടുത്ത് ഇതിന്റെ സെറ്റിങ്സ് എടുത്ത് ഞാൻ നോക്കട്ടെ, മറന്നുപോയി. ഇവിടെയല്ല, ബാക്ക് അടിച്ച്
ഇത് കോൺഫിഗറേഷൻ തന്നെ എടുത്തിടാം. നമ്മൾ നേരത്തെ എടുത്ത സെയിം പേജ് തന്നെ എടുത്ത് ബാക്ക് അടിച്ചാൽ മതിയായിരിക്കും. ഇതിനകത്ത് കോൺഫിഗറേഷൻ, അതിനകത്തുനിന്ന് കോൺഫിഗർ ആസ് പാരാമീറ്റേഴ്സ് ദിസ് പ്രൊജക്റ്റ് ഈസ് ഇതെടുത്തേടാ. ദിസ് പ്രൊജക്റ്റ് ഈസ് പാരാമീറ്ററൈസ്ഡ്, ദിസ് പ്രൊജക്റ്റ് ഈസ് പാരാമീറ്ററൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. അത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ആഡ് പാരാമീറ്റേഴ്സ് കൊടുത്ത് ഈ പേജ് എങ്ങനെയായിരുന്നു വന്ന് അയ്യോ ഏത് ഇതല്ല, ക്ലിക്ക് ഇതല്ല. ചെയ്ത പേജിലേക്ക് പോവാ? അല്ല ഇതല്ലടാ, ഇതല്ല. കോൺഫിഗർ ആസ് പാരാമീറ്റേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറയണേ. ഞാൻ എൻ്റെ ഇതെവിടെയായിരുന്നു ഇത്? ഏറ്റവും താഴേക്ക് വന്നേടാ. ഇത്രയല്ലേ ഉള്ളൂ. അവിടെയല്ല മുകളിലേക്ക് വന്നേ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. മറന്നുപോയി. പാരാമീറ്റേഴ്സ് തന്നെയാണ്. ജനറൽസിനകത്താണുള്ളത്. കോൺഫിഗർ ഫയൽ എടുക്കുക, അതിനകത്ത് ജനറൽസ് കോൺഫിഗർ അതിനകത്ത് നോക്കട്ടെ. ജനറൽസിനകത്ത് ദിസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ദിസ് പ്രൊജക്ടേഴ്സ് അത് തന്നെയാണ്. ദിസ് പ്രൊജക്ടേഴ്സ് എന്നിട്ട് ഓക്കെ നമ്മൾ നേരത്തെ എടുത്തില്ല ആദ്യം. ദിസ് പ്രൊജക്ടേഴ്സ് അത് തന്നെ. അതാ ദിസ് പ്രൊജക്ട് അതാണ് മുകളിലേ മെല്ലോ അത് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആഡ് പാരാമീറ്റേഴ്സ് കൊടുത്ത് അത് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ചോയ്സ് പാരാമീറ്റർ ഇടും. കിട്ടിയോടാ? ദിസ് പ്രൊജക്ട് ആസ് പാരാമീറ്ററൈസ്ഡ് എന്ന് കൊടുക്കുക. ജനറലിനകത്ത് ദിസ് പ്രൊജക്ട് ആസ് പാരാമീറ്ററൈസ്ഡ് കൊടുക്കുക. അപ്പോൾ കുറേ ലിസ്റ്റ് വരും. അതിനകത്ത് നിന്ന് ചോയ്സ് പാരാമീറ്റേഴ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നെയിമിൻ്റെ അകത്ത് നമ്മൾ സ്ക്രിപ്റ്റ്സ് കൊടുക്കുക. നെയിമിൻ്റെ അടുത്ത് നമ്മൾ സ്ക്രിപ്റ്റ്സ് എന്ന് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ക്രിപ്റ്റ്സ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അപ്പം അത് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചോയ്സസിൻ്റെ അകത്ത് ആ സ്ക്രിപ്റ്റിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഓരോ കീ വാല്യൂസ് ഇല്ലേ, അതിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കോൺഫിഗ് ഫയൽ എടുത്ത് പാക്കേജ്.json.json-നകത്തല്ലേ അത് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിനകത്തുള്ള ടെസ്റ്റ് അത് മാത്രം, ടെസ്റ്റ്, വെബ് ടെസ്റ്റ്, അലോ റിപ്പോർട്ട് അത് മാത്രം എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാം. അതിനകത്തുള്ള എല്ലാ സ്ക്രിപ്റ്റും പറഞ്ഞു കൊടുക്കാം. നമ്മളിനി അത് വേണ്ട. ഈ ഒരു ഇത് മാത്രം സ്ക്രിപ്റ്റ്സിനകത്തുനിന്ന് ഇത് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ലിനക്സിന് എങ്ങനെ റൺ ചെയ്യാം അത് പറഞ്ഞു കൊടുത്തേക്ക്. ഞാനത് ചെയ്തില്ലായിരുന്നു വിനിഷ. ഞാൻ ഇല്ലായിരുന്നു അതില്. ഏതാടാ സ്ക്രിപ്റ്റ്സ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇല്ല എടാ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എന്നിട്ട് ആ സ്ക്രിപ്റ്റ്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഞാൻ പറഞ്ഞുതരാം അതെന്താന്ന്. package.json. ഇത് കോപ്പി ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ടേ ജസ്റ്റ് package.json-നകത്ത് ഇട്ട് കൊടുക്കുക. ഇതെന്താ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത എല്ലാ സ്ക്രിപ്റ്റ്സും ഇല്ലേ, അതായത് ഓരോന്നും NPS പ്ലെയറൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡിനകത്തേക്ക് ആക്കി കൊടുത്തു. അതുപോലെ വെബ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കമൻറ്റ് ഇട്ട് കൊടുത്തേക്കുക. NPS പ്ലെയറൈറ്റ് ടെസ്റ്റ് -- ഗ്രിപ്പ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റെഗുലർ എക്സ്പ്രഷനുള്ള ടെസ്റ്റ് മാത്രം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ്. അങ്ങനെ ഓരോ കമൻറ്റിനെയും ഒരു കീവേഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തേക്കാം.
ഇനി നമുക്ക് റൺ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഇത്രയും വലിയ കമൻറ്റ് ഓർത്തിരിക്കേണ്ട. നമ്മുടെ സ്ക്രിപ്റ്റ്സിനകത്ത് വരാം. സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഈ കീവേഡ് മാത്രം വിളിച്ചാൽ മതി. അത് വിളിക്കാൻ വേണ്ടിയിട്ട് npm റൺ ടെസ്റ്റ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, ഇത്രയും ചെയ്തു. ബാക്കിയുള്ളവര് രണ്ടുപേര് ചെയ്തോ? ആരോണും ശ്രീജിത്തും ചെയ്തോ? ചെയ്തു. ഇതൊക്കെ നമ്മൾ ഓക്കെ അല്ലോ? ഓക്കെ അല്ലടാ? ഇത് ഫയലിനകത്ത് പറഞ്ഞു കൊടുത്തില്ലേ? ഇപ്പൊ ഓരോന്നിനുള്ള കമന്റ്സ് ഓരോ കീവേഡിലാക്കി കൊടുത്തേക്കുന്നത് മാത്രം. സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു അറേ പോലെ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ റൺ ചെയ്യാനുള്ള കമാൻഡ് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ npx പ്ലെയർ ആയിട്ട് ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തില്ലേ, ഏത് ഒരു കോൺഫിഗറേഷനിൽ നമ്മൾ റൺ ആസ് ഷെല്ലും നമ്മൾ വിൻഡോ കമാൻഡും സെലക്ട് ചെയ്തില്ലേ, അതുപോലെ എടുത്ത് താഴേക്ക് വന്നാണ്. താഴേക്ക് വാ. അതല്ല, നമ്മുടെ കോൺഫിഗ് ഫയൽ എടുക്കുക, കോൺഫിഗറേഷൻ, അതിനകത്തേക്ക് താഴ്ത്തിക്കുക. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുക, താഴ്ത്തിക്ക് വന്ന് വേണ്ട വേണ്ട. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഇവിടെ എക്സിക്യൂട്ട് ഷെൽ എന്ന് പറഞ്ഞെടുത്തിട്ടില്ലേ, അതെടുത്ത് വീണ്ടും താഴെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ഇനി npm. ഇപ്പം നമ്മൾ npm പ്ലെയറെ ടെസ്റ്റ്, അതായത് എല്ലാം കൂടെ റൺ ചെയ്യാനുള്ള കമാൻഡാണ് പറഞ്ഞു കൊടുത്തത്. അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്താൽ മതി, npm വെബ് മാത്രം റൺ ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, npm അല്ല, ആദ്യം ഇത് പറഞ്ഞു കൊടുക്കുക. അല്ല, ഇത് കളഞ്ഞേക്ക്, ഇത് ഇനിയിപ്പോൾ വേണ്ട. നമ്മൾ സ്ക്രിപ്റ്റ് ബേസ് ചെയ്താൽ റൺ ചെയ്യണം. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, npm റണ്ണ് സ്പേസ് ഇട്ടിട്ട് പറഞ്ഞു കൊടുക്കണം, npm റൺ. നമ്മൾ നേരത്തെ റൺ ചെയ്ത പോലെ തന്നെ സ്ക്രിപ്റ്റ് ബേസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ npm റൺ തന്നെ അടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ സ്ക്രിപ്റ്റ്സ്, ഈ സ്ക്രിപ്റ്റ്സ് ആണ് നമ്മൾ ചോയ്സ്, ഈ സ്ക്രിപ്റ്റ്സിൽ നിന്ന് നമുക്ക് ചോയ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വിൻഡോസിലാണെങ്കിൽ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ്സ് ഡബിൾ കോട്ട്സിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്ക്രിപ്റ്റ്സിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം, ഒരു പെർസെൻറ്റേജ് സൈൻ കൊടുക്കണം. വിൻഡോസിനകത്ത് സ്ക്രിപ്റ്റ്സ് ഇത് ഡബിൾ കോട്ട്സിൽ ഇട്ടിടാം. ലിനക്സിൽ ഞാൻ പറഞ്ഞുതരാം. ലിനക്സിലും ഇത് ഡബിൾ കോട്ട്സിൽ തന്നെ ഇട്ട് കൊടുക്കണം. ലിനക്സിലും മാക്കിലും സെയിമാണ്. മാക്കിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പറയണത്. അല്ല, ലിനക്സിൽ ഇങ്ങനെ മാക്ക് പോലെയാണെന്നാ പറഞ്ഞത്. എനിക്കറിയില്ല, ലിനക്സിൽ ആദ്യമായിട്ടാണ് ചെയ്യണം. നോക്കാം നമുക്ക്. എന്നിട്ടൊരു $സൈൻ ഇട്ട് കൊടുക്കാം. വിൻഡോസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു? വിൻഡോസിൽ സ്ക്രിപ്റ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ ഒരു പെർസെൻറ്റേജ് സൈൻ ഇട്ട് കൊടുക്കാം. അതേപോലെ npm റണ്ണ് പെർസെൻറ്റേജ് സൈൻ ഇട്ട് കൊടുക്കാം. പക്ഷെ ഡബിൾ കോട്ട്സിനകത്താണ്. ഡബിൾ കോട്ട്സിനകത്ത് ഇതേപോലെ തന്നെ, ആകെ $സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. ഓക്കെ, അത്ര ഇട്ട് കൊടുത്തോ? ഓക്കെ, മാക്കിനകത്ത് ഇങ്ങനെയാണ്, വിൻഡോസിനകത്ത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇത് സേവ് കൊടുത്തിട്ട് ബിൽഡ് വിത്ത് സേവ് കൊടുത്തിടാം. ഓക്കെ, ഇനിയിപ്പോൾ കണ്ടോ, ബിൽഡ് നൗ അല്ല വന്നേക്കുന്നത്, ബിൽഡ് വിത്ത് പാരാമീറ്റേഴ്സ് എന്നാണ് വന്നേക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ബിൽഡ് വിത്ത് പാരാമീറ്റേഴ്സ്. ഇനി അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും, ഏത് ടെസ്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സെലക്ട് ചെയ്ത് ടെസ്റ്റ് റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ വാല്യൂസ് കൊടുത്തില്ലല്ലോ വിനിഷ? വാല്യൂസ് കൊടുക്കേണ്ടത്, അത് വരും. ബിൽഡ് നൗ കൊടുത്തേ, ബിൽഡ് കൊടുത്തേ, അതിനകത്ത് പോയി അതിനകത്തുനിന്ന് വന്നോളൂ, സ്ക്രിപ്റ്റ്സിനകത്തുനിന്ന്. അതിനാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ പോസ് റിലീസ് ചെയ്ത് വാല്യൂസ് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി വന്നോളൂ. അത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ബിൽഡ് വിത്ത് പാരാമീറ്റേഴ്സ് മനസ്സിലായോ? ഓക്കെ, പിന്നെ ആ എറർ ഒരെണ്ണം കിട്ടാത്തത് നോക്കുവോ തനിയെ? എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ഇത് ഇഷ്യൂ കാണിക്കുന്നുണ്ടോ? എന്താടാ? npm റൺ സ്ക്രിപ്റ്റ്സ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ലടാ മുകളിൽ കൊടുത്തേക്കുന്ന നമ്മുടെ കോൺഫിഗ് ഫയൽ എടുത്ത്
കോൺഫിഗ് ഫയലിനകത്ത് സ്ക്രിപ്റ്റ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി എടുത്ത് നമ്മുടെ NPM കോഡ് ഇതെടുത്ത് ഇത് ഗ്രാമർലിയുടെ എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ലായിരിക്കും. സേവ് ചെയ്യട്ടെങ്കിൽ ഇത് നോക്കട്ടെ, വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. വേറെ ഒന്നും കാണിക്കത്തില്ല. ഇങ്ങനെ തന്നെയല്ലേ കൊടുക്കണ്ട? NPM പ്ലെയർ സ്ക്രിപ്റ്റ്സ് അത് തന്നെ. സേവ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇനി ബിൽഡ് വിത്ത് പാരാമീറ്റേഴ്സ് കൊടുത്തേക്ക്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മാത്രം വെബ് ടെസ്റ്റ് ആണെങ്കിൽ വെബ് എന്ന് പറഞ്ഞ ടാഗ് ഉള്ളത് മാത്രം എന്താവും, റൺ ആവും. വെബ് ടാഗ് കൊടുത്തിട്ടുണ്ടോടാ? ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടോ? ടാഗ് യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് അങ്ങനെ ഒരു ടാഗ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ടെസ്റ്റിന് തൊട്ട് മുന്നേ. അപ്പൊ ആ ടാഗ് ഉള്ള ടെസ്റ്റ് മാത്രം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ ടെസ്റ്റ് ഫയൽ എടുത്ത് ഓക്കെ. ഇപ്പൊ ഈ ടെസ്റ്റിന് നമ്മൾ ഡെമോ ടെസ്റ്റിന്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്ത് കൊടുക്കുക, @web എന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ടാഗ് മാത്രം കേട്ടോ @web എന്ന് പറയുന്നത്. കോഡ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടാഗ് ഇട്ട് കൊടുക്കാം. വെബ് ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ API ടെസ്റ്റ് കേസസ് ആണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടാഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ടാഗ് വെച്ച് റൺ ചെയ്യാൻ പറയാം. അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഇത് റെഗുലർ എക്സ്പ്രഷൻ ആണ്, നമ്മൾ ഹൈഫൺ ഗ്രിപ്പ് എന്ന് കൊടുത്തേക്കുന്നത്. അത് ചെക്ക് ചെയ്യും വെബ് ടാഗ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് റൺ ആവും. അതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്താൽ മതി, പാസ്സാവും വെബ് ടാഗ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെയാണ് അതിൽ ഓരോന്നും എന്തിനാണോ കൊടുത്തേക്കുന്നത് അത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, റൺ ആവും. ബിൽഡ് വിത്ത് പാരാമീറ്റേഴ്സ് കൊടുത്ത് ഇനി വെബ് ടെസ്റ്റ് കൊടുത്ത് ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായോ ജെങ്കിൻസ്? ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഗിറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രൊജക്റ്റ് ഗിറ്റിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാത്ത് പറഞ്ഞു കൊടുത്തതിനകത്ത് ഗിറ്റിന്റെ റെപ്പോ പാത്ത് പറഞ്ഞു കൊടുക്കാന്ന് മാത്രം. ഇതിനകത്ത് എന്താണ് NPM റണ്ണ് നോക്കട്ടെ. NPM എറർ ആടാ നോക്കട്ടെ. ടു സി ലിസ്റ്റ് സ്ക്രിപ്റ്റ്സ് NPM എറർ റണ്ണ് എക്സിക്യൂട്ട് വിൻഡോ കമാൻഡ് മാർക്കർ ബിൽഡേഴ്സ് ഫീൽഡ്. ഒന്നും കൂടി എടുത്തിടാം. നമ്മുടെ കമാൻഡ് കറക്റ്റ് അല്ലേ നോക്കട്ടെ. NPM റണ്ണ് സ്ക്രിപ്റ്റ്സ് എക്സിക്യൂട്ട് ബാച്ച് കമാൻഡ് എടുത്ത് നമ്മൾ എടുത്ത പോലെ എക്സിക്യൂട്ട് വിൻഡോ ബാച്ച് കമാൻഡ് അത് തന്നെ എടുത്ത് നേരത്തെ വന്ന കോൺഫിഗറേഷൻസിൽ ഓക്കെ താഴെ വന്നിടാം. താഴേക്ക് അതെടുത്ത് അതിനകത്ത് NPM റണ്ണ് സ്ക്രിപ്റ്റ്സ് ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സ്ക്രിപ്റ്റ്സ് എന്നുള്ളത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറെ എന്താ ഇഷ്യൂ അതിനകത്ത്? എന്താണ് ഒരു NPM നമ്മള് സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന കമാൻഡ് എങ്ങനെയായിരുന്നില്ല, NPM റണ്ണ് ഏതാണോ ആ ഒരു ടെസ്റ്റ് ഫയൽ. ഇപ്പൊ ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ്, വെബ് ടെസ്റ്റ് ആണെങ്കിൽ വെബ് ടെസ്റ്റ്, ആ ഒരു കീവേഡ് അല്ലേ നമ്മൾ യൂസ് ചെയ്ത് റൺ ചെയ്ത്. ലിനക്സിലും മാക്കിലും $, വിൻഡോസിലെ %. വിൻഡോസിൽ % തന്നെയാണ്. നോക്കട്ടെ, സെർച്ച് ചെയ്ത് നോക്കട്ടെ. അയ്യോ അല്ലേ,
ഇങ്ങനെയല്ല. വേണ്ട ഇതിൻ്റെ തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമാൻഡ്സ് എടുത്ത് സ്ക്രിപ്റ്റ്സ് കൊടുത്തേക്കുന്നതിന് തൊട്ട് മുന്നേ അതല്ലടാ നമ്മുടെ എക്സിക്യൂട്ട് വിൻഡോ ബാച്ച് കമാൻഡ് എടുത്ത് അതിനകത്ത് അതിന് മുന്നേ എറർ എടുത്ത് എന്തായിരുന്നു എറർ വന്ന് എറേഴ്സ് എന്തായിരുന്നു ഇവിടെ കാണിച്ച് അത് ഞാൻ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കട്ടെ എന്താ എറർ വന്നത്. ബാക്ക് അടിച്ച് സേവ് ചെയ്തിട്ട് ബിൽഡ് വിത്ത് പാരാമീറ്റേഴ്സ് കൊടുത്ത് അതൊന്ന് എടുത്തേടാ. എറർ കൺസോൾ ചെയ്ത് package.jsonലകത്ത് സ്ക്രിപ്റ്റ്സ് തന്നെ അല്ലടാ കൊടുത്തേക്കുന്ന സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? ആക്ച്വലി ChatGPT പറയുന്ന സ്ക്രിപ്റ്റ്സ് ആ പെർസെന്റേജ് അതിന്റെ ലെഫ്റ്റും റൈറ്റും കൊടുക്കും, ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കാനാ പറയുന്നത്. രണ്ട് സൈഡിൽ കൊടുക്കണം. കൊടുത്തേടാ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ആക്ച്വലി എനിക്ക് ആ എറർ മാറി. പക്ഷെ വരുന്ന എറർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാഗ് എന്നുള്ള ഒരു ടെസ്റ്റ് വരുന്നില്ല എന്നുള്ള, നോ ടെസ്റ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ടെസ്റ്റ് ഫൗണ്ട് ആവുന്നില്ലെന്നാ? ഇല്ല. ഒന്ന് അങ്ങനെ ഒന്ന് കൊടുത്തേടാ. ഫ്രണ്ടിലും രണ്ട് സൈഡിലും കൊടുത്ത്. ഓക്കെ, അപ്പം മാക്കിൽ മാത്രം ഒരു സൈഡിലുള്ളൂ. ഓക്കെ, നോക്കി നോക്കാം. സെയിം ആണോ? വെബ് ടെസ്റ്റ് npm റൺ വെബ് ടെസ്റ്റ് നോ ടെസ്റ്റ് ഈ സെയിം എറർ അല്ലടാ? സെയിം എറർ തന്നെ. പ്ലേറൈറ്റ് ഇൻസ്റ്റാൾ ആവാനായിട്ടാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കമാൻഡിന്റെ ഒപ്പം തന്നെ നമ്മുടെ ജെങ്കിൻസ് കോൺഫിഗറേഷന്റെ ഒപ്പം തന്നെ npx പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ അതും കൂടെ ഒന്ന് കൊടുത്ത് ചിലപ്പോൾ അങ്ങനെ ഇഷ്യൂ വരാറുണ്ട്. അതായത് അതിൻ്റെ തൊട്ട് മുന്നേ പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡും കൂടെ കൊടുത്ത് തൊട്ട് മുന്നേ npx പ്ലെയറൈറ്റ് അല്ലെ എന്തായിരുന്നു കമാൻഡ്? npm പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ. അങ്ങനെ ഇഷ്യൂ വരാറുണ്ട് ചിലപ്പോൾ. അത് ഇനി ഒന്ന് സേവ് ആൻഡ് നേരത്തെ റണ്ണായി, പക്ഷെ അത് സ്ക്രിപ്റ്റ് വരുമ്പോ ഇങ്ങനെ ഇഷ്യൂ വരാറുണ്ട്. ടെസ്റ്റ് നോട്ട് ഫൗണ്ട് ഇഷ്യൂ വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറാറുണ്ട്. ഇപ്പൊ നമ്മൾ പാരാമീറ്റേഴ്സ് വെച്ചല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആ ഒരു ഇതിലേക്ക് കിട്ടുന്നുണ്ടാവില്ല. അതായത് ടെസ്റ്റ് ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ടൈം എടുക്കുമായിരിക്കും. കാര്യം ചെയ്യും, ഇതൊന്നും കൂടെ നോക്കുവോ? എനിക്ക് അടുത്ത ബാച്ചിന്റെ ടൈമായി. ഇതൊന്നും നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കിട്ടിയിട്ടില്ലെങ്കിൽ. താങ്ക് യു. ബൈ.